ഞാൻ മലയാള സിനിമേനെ വളരെ അടുത്തുനിന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. ഗുഡ് നൈറ്റ് മോഹൻ്റെ ഒരു കല്യാണത്തിൻ്റെ ചടങ്ങിൽ വെച്ചിട്ടാണ് നവ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ചിലപ്പോൾ നോക്കി കുട്ടി എത്ര ചെറിയ പീരീഡ് കൊണ്ട് വളരെയധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയുള്ളത് ഒരു മലയാള സിനിമാ നടികളുടെ ഇടയിലുള്ള ഒരു ഇൻ്റലക്ച്വൽ ഫേസ് ആയിട്ടാണ് നവ്യനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ആധികാരികമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുള്ള അപൂർവം ആൾക്കാരിൽ ഒരാളാണ് നവ്യ. ഇതൊരു വലിയൊരു ആൾക്കാർ ഇടയ്ക്ക് പൊക്കി പറയും, പ്രശ്നമില്ലല്ലോ. ഞാൻ ബാബുചേട്ടൻ ഒരിക്കലും അങ്ങനെ പറയുന്നു വിചാരിച്ചു. സ്പെഷ്യൽ ആയിട്ടൊരു ബുദ്ധിപൂർവം സംസാരിക്കാൻ കഴിവുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയുള്ളത്. കാരണം മലയാള സിനിമകളിലെ നായികമാരൊന്നും അങ്ങനെ ഒരു കാര്യങ്ങളെ ഗൗരവത്തോടെ കാണുന്നവരല്ല, സംസാരിക്കുന്ന ആൾക്കാർ. എനിക്ക് ഉത്തരം സന്തോഷത്തോട് ചോദിക്കാം. സന്തോഷം അതൊന്ന് കേൾക്കട്ടെ. ഇപ്പൊ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് ചോദിക്കുന്നു. ഇപ്പം വൈഫാണ്, അത് ശരി തന്നെ. പക്ഷെ അതിന് മുമ്പ് തന്നെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ആദ്യമേ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ പരിചയക്കാരുണ്ടെങ്കിൽ പോലും നവ്യയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു ഇച്ചിരി താല്പര്യക്കുറവുണ്ടായിരുന്നു ആദ്യം. പിന്നെ അമ്മ, എൻ്റെ അമ്മ ചനച്ചെല്ലൻ്റെ അമ്മ നവ്യയുടെ വലിയൊരു ഫാനാണ്. അപ്പം അതെ, അപ്പൊ ഫാൻ എന്ന് പറഞ്ഞാല് ഈ ഡാൻസ് കണ്ടിട്ട് ഇപ്പോഴും ഫാനാണ്. ഫാനെന്നല്ല, അമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, ഇപ്പോഴും അങ്ങനെ പോകുന്നു. അപ്പൊ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാബുചേട്ടൻ പറഞ്ഞ ഒരു സംഭവം എന്റെ മനസ്സിൽ ആദ്യമേ ഉള്ള കാര്യം. പിന്നെ ബാക്കിയുള്ള കരിയർ അതെല്ലാം എനിക്ക് പിന്നെ വലിയൊരു ആയുധരിപ്പുണ്ട്. എന്ത് പറഞ്ഞാലും പൊട്ടിക്കരഞ്ഞുകളെ അത് ആക്ച്വലി അതൊരു വീക്ക്നെസ് ആണ്, വലിയൊരു ആയുധം എന്ന് തന്നെ പറയാം. മൈ വീക്ക്നെസ്, എന്റെ ഒരു എന്താ പറയാ. പക്ഷെ ഇപ്പൊ എന്റെ അറിയാവുന്നവർ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ എത്ര മാറി, പഴയ പോലെ അത്ര ഇമോഷണൽ അല്ല, ഇപ്പൊ കുറെ കൂടെ പ്രാക്ടിക്കലായി അല്ലേ ബാബുചേട്ടാ? ഒരു വലിയൊരു ഓഫീസർ പോലും ജോലി വിട്ടു പോകേണ്ട ഒരു അവസ്ഥ. അതെ, അതിനകത്ത് അത് ചേട്ടാ പറഞ്ഞല്ലേ അതിന്റെ ഒരു ഇതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നവിക്കൊരു വേറൊരു പ്രശ്നമുണ്ട്. ഒരാളെ ഇഷ്ടപ്പെട്ട്, എൻ്റെ അമ്മയെ ഒക്കെ ആ ഒരു ലൈനിലാണ്, ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മാക്സിമം ആണ് അവരെ അങ്ങ് ഇഷ്ടപ്പെട്ട്. ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അത് പ്രശ്നമാണ്. അത് എനിക്കത് എന്നോട് ഒരു യോജിപ്പില്ല. നവ്യയുടെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ്, ഒരു പക്ഷേ മലയാള നടികൾക്ക് മറ്റാർക്കും കിട്ടാത്ത ഒരു വളരെ ക്രെഡിബിൾ ആയുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നവ്യയുടെ തൊപ്പിയിലെ പൊൻതുവൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവം, നവ്യക്ക് ഒരു കോൺട്രവേഴ്സി ഇല്ല എന്നുള്ളതാണ്. എന്നെ അച്ഛനും അമ്മയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ ഭയങ്കര ഓവർ സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ അച്ഛനെയും അമ്മയും. എന്നുവെച്ചാൽ എനിക്കൊരു മൊബൈൽ തരത്തില്ല, എനിക്ക് മൊബൈൽ സ്വന്തമായിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ പല കുട്ടികളും വളരെ ചെറുപ്പത്തിൽ 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ നഷ്ടപ്പെട്ട കാലങ്ങൾ ഓർമ്മയിരിക്കണം. ഒരുപാട് പേരെന്നെ കളിയാക്കിയിട്ടുണ്ട്, നിന്റെ സ്വഭാവത്തിൽ എന്തോ കുഴപ്പമുണ്ട്, അത് അതിനനുസരിച്ച് മൊബൈൽ തരാത്തത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് ലൊക്കേഷനിലൊക്കെ തന്നെ. അപ്പോൾ ഞാൻ പലപ്പോഴും എല്ലാവരെയും പോലെ തന്നെ വീട്ടിൽ പോയി ഞാൻ വഴക്കുണ്ടാക്കും. റൂമിൽ വന്നു കഴിയുമ്പോൾ ഞാൻ വഴക്കുണ്ടാക്കും, തന്നെ അങ്ങനെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വഴക്കുണ്ടാക്കും. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ അച്ഛൻ പറയും, നീ ഒരു സാധാരണ പോലെ ഒരു കോളേജിൽ പോകുന്ന കുട്ടിയായിരുന്നു, ഞാൻ ഉറപ്പായിട്ട് നിനക്ക് മൊബൈൽ തന്നേനെ. പക്ഷെ ഞാൻ എന്തുകൊണ്ട് നിനക്ക് ഇത് തരുന്നില്ല എന്നുള്ളത് വർഷങ്ങൾ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇന്ന് നിനക്കൊരു അതൊരു ബന്ധനമായിട്ട് തോന്നുമെങ്കിലും നാളെ നിനക്ക് എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ടാവുമെന്ന് ഇങ്ങനെ എപ്പോഴും അച്ഛൻ പറയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു പക്ഷെ ബാബുചേട്ടന്റെ ഈ ഒരു അഭിപ്രായം പൂർണ്ണമായിട്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതെ, ആയിക്കോട്ടെ. മൂത്തവർ ചൊല്ലും ആദ്യം കഴിക്കും പിന്നെ മധുരി. എന്തെങ്കിലും അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് സന്തോഷത്തിന്റെ വലിയൊരു സ്റ്റഡി നടത്തിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. ചുമ്മാ എങ്ങനെ ബോംബെയിലൂടെ ഞങ്ങൾ ആരും കൊണ്ടുവരികയല്ല. അത് ഓണം ഇപ്രാവശ്യം എവിടെയാണ്? നാട്ടിലാണ്. എല്ലാ കൊല്ലവും കല്യാണത്തിന് ശേഷവും എല്ലാം അവിടെ തന്നെയാണ്. സാധാരണ ആൾക്കാർ ഇപ്പൊ ചെയ്യുന്നത് നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്യും ബോംബെയിലേക്ക്. കാരണം കേരളത്തിൽ തന്നെ ഇപ്പൊ റെഡിമെയ്ഡ് ഓണമായി. എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഒക്കെ കൂടുതൽ ഞങ്ങളുടെ വീട്ടില് ഒന്നും അല്ല, നാട്ടിൻപുറത്തേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ ഇപ്പൊ. ആയിരിക്കും എന്നുവെച്ചാൽ ഇൻസ്റ്റന്റ് ഓണം അതല്ലേ ഉദ്ദേശിച്ചത്, ഫുഡെല്ലാം വാങ്ങി. പക്ഷെ ഇപ്പോഴും എന്റെ വീട്ടിലും സന്തോഷേട്ടന്റെ വീട്ടിലും 2 അമ്മമാരും
ഏത്തക്കുപ്പേരി, മുറുക്ക്, ശർക്കര വരട്ടി, അച്ചപ്പം, എല്ലാ കടുകളൊക്ക എല്ലാം ഉണ്ടാക്കും. പക്കാവട എല്ലാം ഉണ്ടാക്കും. മധുരസേവ എല്ലാം ഉണ്ടാക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിൽ. അവരുണ്ടാക്കും. എന്തൊക്കെ നബി ഉണ്ടാക്കും? ഇതൊന്നും എനിക്ക് ഉണ്ടാക്കാറില്ല. അത് കൊള്ളാം. സന്തോഷം, എങ്ങനെയുണ്ട് കുക്കിംഗ് പരിപാടി? കുക്കിംഗ് അറിയാം, അത്യാവശ്യം അറിയാം. കുഴപ്പമില്ല. ഒരു കാര്യമുണ്ട് സന്തോഷം, എന്ത് ഇവിടെ ഓപ്പൺ ആയിട്ട് പറയാം, ഇത് ബോംബെയിലാണ്. ഇതാരും അറിയില്ല. അല്ല, അറിയില്ല. കാരണം ഇത് ബോംബെക്കാർക്ക് ഒരു പ്രത്യേക അറിയാലോ സന്തോഷം, ഒരു സ്വഭാവമുണ്ട്. ഇത് മറ്റാരോടും പറയില്ല, ഗോസിപ്പ് ചെയ്യില്ല. അതുകൊണ്ട് എന്ത് ഇവിടെ പറയാം, ഇത് അംശി മുംബൈയാണ് അല്ലെ? കേട്ടല്ലേ? അല്ലെ കൃഷ്ണൻ സാർ? നമുക്കങ്ങനെ ഇത് കൃഷ്ണൻ സാർ ഒരു ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ വളരെ അടുത്തൊരാളാണ്. നബിയും വളരെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരിയാണ്, ഒപ്പം ഒരു നല്ല ഭക്തിയുമാണ്. അങ്ങനെ ഒരു രണ്ട് കോമ്പിനേഷൻ ഒന്നിച്ചുള്ള ഒരാളാണ്. ഓണം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അതെ, ഓണത്തിലെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനികൾ ആരായാലും അവരുടെ ഉടുപ്പെല്ലാം അഴിച്ചു വെച്ച് ഓണക്കോടി കൊടുത്ത് നമ്മൾ സഹോദരങ്ങളാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മലയാള പരമ്പരയിൽ ജനിച്ചവരാണ് നമ്മളേവരും. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ഇവിടെയാണെങ്കിലും ഇപ്പൊ ഈ മലയാളി അസോസിയേഷൻ ഇപ്പം കേരളത്തിനെക്കാട്ടിൽ കൂടുതൽ, നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിനേക്കാൾ കൂടുതൽ ആളുകള്, അതിന് വലിയൊരു റീസൺ ഉണ്ട്. അതായത് ഇവിടെ എല്ലാം അസോസിയേഷൻസ് ആണ് ആഘോഷിക്കുന്നത്. കേരളത്തിൽ നമ്മൾ അസോസിയേഷനിലുപരി നമ്മൾ ഓരോ കുടുംബം ഇൻഡിവിജ്വലിയാണ്. പല മാസങ്ങളിലായിട്ട് അതിങ്ങനെ നീണ്ടു നിൽക്കുന്നു. പരിപാടികളും അതേപോലെ എന്റെ ഒരു ഫ്രണ്ട് ഒരു ക്രിസ്ത്യൻ ഫ്രണ്ടാണ്. അദ്ദേഹത്തിന്റെ പള്ളിയില് അവര് ഓണാഘോഷം പള്ളിക്കാർ നടത്തുന്നുണ്ട്, പൂക്കള മത്സരമുണ്ട്. അപ്പൊ അതൊക്കെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണ്. അതെനിക്ക് തോന്നുന്നു ഓണം എന്ന് പറയുന്ന ഒരു ഉത്സവം എന്ന് നിലവിൽ വന്നോ അന്ന് തൊട്ട് ആ ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ ചേർന്ന് നടക്കുന്ന ഒരു വലിയ മതസൗഹാർദ്ദം അതിൽ തന്നെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുവാൻ നമ്മൾ മറന്നു പോകും. കാരണം മൊത്തത്തിൽ മുഴുവൻ സമൂഹവും ബയസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അല്ലെങ്കിൽ സാർ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, സാർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഒക്കെ പല പല പ്രസ്ഥാനങ്ങളെയും നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത് അതിന്റെ നമ്മളെ ഈ പാവങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ സമത്വം എന്ന ഇക്വാളിറ്റിക്ക് വേണ്ടി പരിശ്രമിച്ചിരുന്ന ആൾക്കാരെ ഒക്കെ പറ്റി നമ്മൾ കേട്ടും വായിച്ചും അവരെ കണ്ടറിഞ്ഞുമൊക്കെയാണ് നമ്മൾ അതിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നിയിരുന്നത്. പക്ഷെ എല്ലാം ബയസ്ഡായി. ഇപ്പോ ഒന്നിലും അങ്ങനത്തെ ഒരു പ്യൂരിറ്റി കാണാൻ അങ്ങനെ കഴിയുന്നില്ല. തീർച്ചയായിട്ടും എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ഇന്ന് മുംബൈയിൽ ശരിക്കും തികച്ചും കേരള തനിമയോടുകൂടി ആണ് ഓണം കൊണ്ടാഘോഷിക്കുന്നത്. അത് വീടുകളിൽ മാത്രമല്ല, ഓരോരുത്തരും താമസിക്കുന്ന കോംപ്ലക്സിലും മറ്റു പല പല സംഘടനകളും. മറ്റൊരു കാര്യം കൂടെ ഉണ്ട് സന്തോഷം, എനിക്ക് തോന്നുന്നല്ലേ, മറാഠിക്കാർ ഇവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യാറുണ്ട്. ഈ നവ്യ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഓണം എവിടെ ആഘോഷിക്കുന്നു? ഇവിടെയായിരുന്നു കൂടുതൽ ഇവിടെ. കാരണം ഞാൻ ഈ ഓവർസീസ് ഒക്കെ ആയിരിക്കും, നാട്ടിൽ അതിന് മുമ്പ് പോകും. ഓവർസീസ് അതായത് ഇവിടെ എന്ത് സംഭവം കിട്ടിയാലും ഒപ്പം എക്സ്പോർട്ട് ചെയ്ത് കളയും സംഭവമുണ്ട് അല്ലെ? അപ്പൊ ഈ പറഞ്ഞ ഹിരാനന്ദിലായിരുന്നു ഞാൻ എന്റെ ഒരു എനിക്കൊന്നൊരു 5-6 ഓണം അവിടെയായിരുന്നു. അവിടെ ധാരാളം സുഹൃത്തുക്കളുണ്ട് അവരുടെ കൂടെ. ഈ സന്തോഷിന് എക്സ്പോർട്ട് ഇമ്പോർട്ട് ആണെന്ന് പരിപാടി ആർക്കും അത്രയ്ക്ക് അറിയില്ല. ഇനിയിപ്പോ ഇവിടെയുള്ള ലോജിസ്റ്റിക് കമ്പനിക്ക് ഇനി കോൺടാക്ട് ചെയ്യും. മലയാളികൾ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് ഈ ലോജിസ്റ്റിക്കിലാണ്. ഒരുപാട് മലയാളികളുടെ ഇവിടെ ബിസിനസ് സംരംഭങ്ങളുണ്ട്. ഇനി അവരൊക്കെ ഇനിയിപ്പോ സന്തോഷിനെ വിളിക്കാൻ തുടങ്ങും. സന്തോഷ് നമ്പറിനകത്ത് എന്നെ വിളിക്കും. അപ്പൊ ഞാൻ കമ്മീഷൻ മേടിച്ചിട്ട് അത് അങ്ങോട്ടേക്ക് പാസ് ചെയ്യും. കുഴപ്പമില്ല. നമ്മളെന്തായാലും നല്ലൊരു പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.